1997 ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ അന്ന് ഇതിവിടെ ആയിരുന്നില്ല. ക്രീക്കിൽ ദുബായ് മുനിസിപ്പാലിറ്റി കെട്ടിടത്തിൻ്റെ അടുത്തായിരുന്നു ആദ്യം ഈ ഗ്ലോബൽ വില്ലേജ് പ്രവർത്തിച്ചിരുന്നത്. പിന്നെ അത് 2 തവണ അത് സ്ഥലങ്ങൾ മാറ്റിയതിന് ശേഷമാണ് ഇപ്പോൾ ഇന്ന് പ്രവർത്തിക്കുന്ന ഈ സ്ഥലത്തേക്ക് ഈ ഗ്ലോബൽ വില്ലേജ് വന്നിട്ടുള്ളത്. ഇവിടെ ഓപ്പൺ സ്റ്റേജിൽ കൾച്ചർ പ്രോഗ്രാം നടക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇത് കാണാം. ഇത് ഏത് രാജ്യത്തിൻ്റെ പരിപാടിയാണെന്ന് അറിയില്ല. ഐഞ്ചാന്നാണ് പേര് കാണിക്കുന്നത്. നല്ല താളത്തിലുള്ളൊരു ഡ്രംസ് ഒരു ബാൻഡ് എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള വാദ്യോപകരണങ്ങൾ വെച്ചിട്ടുള്ള പരിപാടിയാണ്. നല്ല രസമുണ്ടായിരുന്നു. അവരിടക്കിടക്ക് കാണികളെ കയ്യിൽ കാണികളെ കൂടി ആ പരിപാടിയിലേക്ക് ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടായിരുന്നു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പത്ത് മിനിറ്റോളം ഈ പരിപാടി ഉണ്ടായിരുന്നു. കഠിനമായ ഒരു പരിപാടിയാണ്. ഒരു മായിക ലോകം തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഒരു സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതാണ് ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി ഉണ്ടായിട്ടെങ്കിലുള്ളൊരു ഗുണം. അവർക്ക് യഥേഷ്ടം എന്ത് ചെയ്യാനുള്ളൊരു അധികാരം കൂടി ഉണ്ടല്ലോ. അതിൻ്റെ പവറാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാം നല്ല അടുക്കും ചിട്ടയോടും കൂടിയിട്ടാണ്. വെൽ പ്ലാൻഡാണ്. ഈ ഗ്ലോബൽ വില്ലേജിൽ വെച്ച് തന്നെ ടൂറിസത്തിന് അവർ അത്രത്തോളം അവർ ഏൺ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ഈ ഫുഡ്. തണുപ്പ് കാലമാണ് ഇവിടെ. അതുകൊണ്ട് നല്ലൊരു ഓവറായിട്ട് കഠിന തണുപ്പിലേക്ക് എത്തിയിട്ടില്ല. സഹിക്കാൻ പറ്റുന്നതാണ്. രാത്രി നല്ല വൈകിട്ടുണ്ട്. 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. ഇവിടുത്തെ ഓരോ കാഴ്ചകളും നമുക്കിങ്ങനെ കണ്ടു തന്നാൽ തീരില്ല. അത്രത്തോളം ഉണ്ട്. ഇതൊരു നമ്മുടെ ബോൾ ബാസ്ക്കറ്റിലേക്ക് ഇട്ടിട്ടൊരു ബനാന ഷേപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ തൂക്കിട്ടിരിക്കുന്നത് അതാണ് കിട്ടുക. 3 ബോൾ ബാസ്ക്കറ്റിനകത്ത് ഇട്ട് കഴിഞ്ഞാലാണ് ബനാന കിട്ടുന്നത്. കുറച്ചേരം നോക്കിയിരുന്നു. ആർക്കും കിട്ടുന്നൊന്നും കണ്ടില്ല. ഈ ബാസ്ക്കറ്റ് ബോൾ ഇതായിട്ട് നേടാൻ പറ്റുമെന്ന് വിചാരിക്കും. ഇതൊരു സ്ലിംഗ് ഷോട്ടാണ് കേട്ടോ. ഈ താഴോട്ട് വരുമ്പോഴത്തെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. എനിക്കിതൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യങ്ങളാണ്. ഞാൻ എപ്പോഴും അത്യാവശ്യം എനിക്ക് പോകുന്നില്ല. ഇത് ഇവിടുത്തെ ഗ്ലോബൽ വേയിലൊരു ജൈന്റ് വീലാണ്. കറങ്ങുന്നൊന്നും കാണില്ല. അതിൻ്റെ മേലെ LED ലൈറ്റ് പരസ്യത്തിലൊക്കെ ഒരു കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. എന്തായി കൊണ്ടിട്ടാണ് കറങ്ങുന്നറിയുക. ഇതിങ്ങനെ പോയിട്ട് വളരെ മേലെ നിന്നൊരു എപ്പോഴും നിർത്തുന്നുണ്ട്. ഒരു 2-3 മിനിറ്റോളം അവിടെ നല്ല കുത്തനായിരുന്നു. അതേപോലെ തന്നെ ഈ ഊഞ്ഞാലകൾ നല്ലതായിട്ടാണ് പോകുന്നത്. കറങ്ങിങ്ങോട്ട് ഇങ്ങനെ പോകാം. ആ തണുപ്പ് ലൈറ്റിൽ പോകുന്ന കറങ്ങുന്നത് അതിലും നല്ല ഹാപ്പിയിലാണ് പോകുന്നത്. മ്യൂസിക് കേട്ടപ്പോൾ അങ്ങനെ താളം പിടിച്ച് പോവാണ്.
ഇത് ചൈന പവലിയനാണ്. കുറേ ദൂരം നടന്നതുകൊണ്ട് അതേപോലെ തന്നെ നേരം വൈകിയിട്ടുണ്ട് നമ്മൾ നടന്നു കൊടുത്തുമ്പോൾ. അപ്പോൾ പിന്നെയുള്ള സ്റ്റാളുകളിൽ അധികം ഒന്നും കയറാൻ പറ്റിയില്ല. ടൂറിസത്തിലൂടെ ഇവർ ഓരോ വർഷവും നല്ല രീതിയിൽ സമ്പാദിക്കുന്നു. ഇപ്പോൾ ഈ ദുബായിയുടെ UAE രാജ്യമായിട്ടുള്ള സൗദി അറേബ്യ ടൂറിസത്തിന് നല്ല പ്രമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചൈന പവലിൻ്റെ മുമ്പിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. ആളുകളൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തണുപ്പും പിന്നെ രാത്രിയും വൈകി തുടങ്ങിയല്ലോ, അതുകൊണ്ടാണ്. ഈ ദുബായിക്ക് അതുപോലെ ടൂറിസത്തിന് നല്ല സാധ്യതയുള്ളൊരു സ്ഥലമാണ് നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തിലെ ഭരണാധികാരികൾ ഒന്നുകൂടി നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ ടൂറിസത്തിൽ വളരെ മുന്നേറാൻ കേരളത്തിന് പറ്റും. ഈ സ്ട്രീറ്റിൽ മുഴുവൻ ഇന്ത്യൻ ഫുഡുകളാണ് കേട്ടോ. ബോർഡുകൾ കാണാൻ നിങ്ങൾക്ക് ഇന്ത്യൻ ഫുഡ്, അതേപോലെ തന്നെ ചാട്ട്, ഇഡ്ഡലി, ദോശ എല്ലാം അവിടെ ഉണ്ട്. എല്ലാം വിദേശീയരാണ്, ഇന്ത്യക്കാരല്ല കേട്ടോ. ഈ വിദേശീയക്കാരെന്നാണ് അവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്. ഇതിപ്പോൾ പുതിയ തുടങ്ങിയ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണെന്ന് കേട്ടു. പക്ഷേ അതെന്നാണോ ഇതെന്നുള്ളൊരു സംശയമുണ്ട്. ഈ ഫോണിൻ്റെ നടുവിലൊരു ഡ്രാഗൺ, നല്ല രസമുണ്ടത് കാണാൻ. ഏകദേശം നടന്നപ്പോൾ യമൻ്റെ പവലിയൻ്റെ അടുത്ത് എത്തി. നമ്മളധികം പിന്നെ ഒട്ടധികം പവലിയനൊന്നും കയറാൻ പറ്റിയില്ല. ഇന്ത്യയുടെ പവലിയൻ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു തുടങ്ങിയതുകൊണ്ട് ഇങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല. നമ്മളിപ്പോൾ പുറത്തേക്ക് പോകുന്ന എക്സിറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.